സാറാണ് അത് പുള്ളി പറഞ്ഞിട്ടുണ്ടോ അത്? പറഞ്ഞിട്ടുണ്ട് സാറേ. അത് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ ഫോൺ എടുത്തിട്ടൊന്ന് കാര്യം പറയണ്ടേ? ഫോൺ എടുക്കുന്നേ ഇല്ല. ഇല്ല, തരാൻ കയ്യിലില്ലാത്തോണ്ടായിരിക്കും ചിലപ്പോ. പുള്ളി ഇവിടെ വീട്ടിലുണ്ടോ? സാർ എന്തെങ്കിലും ഒരു ഇല്ല ഇല്ല, ഇവിടെ വീട്ടിൽ വരാറേ ഇല്ല ഇപ്പോ. ഇവിടെ എവിടെ പോയത്? വീട്ടിൽ വരാറില്ലെന്ന് അല്ല, പറഞ്ഞു. പറയാറില്ല. അതുകൊണ്ട് ഇതൊക്കെ ഓർത്തിട്ടായിരിക്കും ചിലപ്പോ. അല്ല, ആ ഒരു എനിക്കിപ്പോ ബുദ്ധിമുട്ടും ഉണ്ട് ഇപ്പോ. പുള്ളി എനിക്ക് എവിടെ വെച്ച് കാണാൻ പറ്റും? എങ്ങനെ ഒന്ന് കാണാൻ പറ്റും? സാറിന്റെ നമ്പർ ഇല്ലാത്തോണ്ടാണ് ഞാൻ പിന്നെ വിളിച്ചൊന്നും പറയാതിരുന്നത്. സാറ് എന്തെങ്കിലും ഒരു കുറച്ച് ദിവസം ഇളവ് തരുവാണെങ്കിൽ, ഒരു മാസമൊക്കെ. അല്ല, ഈ ഒരു മാസമായിട്ട് പുള്ളി വേറെ അവിടെ ഞാൻ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല സാറേ. അപ്പോ എന്താ ചെയ്യാന്ന് എനിക്കറിയത്തില്ല. സാർ എന്തെങ്കിലും ഒരു ജോലി തരുവാണെങ്കിൽ അതൊക്കെ കുറച്ച് തന്നിട്ട് ഞാൻ ജോലി തരുവാണെങ്കിൽ ഞാനത് എനിക്കൊന്ന് ആലോചിക്കണം. പുള്ളിക്കാരൻ ഇവിടെ വരാറേ ഇല്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അപ്പൊ പിന്നെ എനിക്ക് അങ്ങോട്ട് വരാമല്ലോ, കുഴപ്പമില്ലല്ലോ. അല്ല, ഇത്രയും വലിയ കാശ് എനിക്ക് ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതെ എനിക്ക് തരാൻ ഒക്കത്തില്ല സാറേ. അപ്പൊ സാർ എന്തെങ്കിലും ഓക്കെ, അപ്പൊ പുള്ളി ഇപ്പൊ അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ ഞാനൊന്ന് ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം. നാളെ അങ്ങോട്ട് ഇറങ്ങാം. പുള്ളി രാത്രിയിലൊന്നും വരാറില്ലയോ? എന്തോ പുള്ളിയുടെ ജോലി? ഇല്ല സാറേ, കൂലിപ്പണിയാണ്. കൂലിപ്പണിയായിട്ട് എന്താ വരാത്ത വീട്ടില്? അറിയത്തില്ല. ഞാൻ ഇവിടുത്തെ വീട്ടിലത്തെ കാര്യം തന്നെ ഭയങ്കര എന്താ പറയാ, മോശമാണ്. അപ്പൊ വീട്ടില് ഇപ്പൊ കഴിക്കാൻ തന്നെ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കാൻ തന്നെ ഒന്നുമില്ല. അപ്പോ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ. അല്ല, ഇങ്ങനെ ഈ കുറെ നാളുകളായിട്ട് വീട്ടിൽ വരാത്ത ആളെ പിന്നെ എങ്ങനെ എവിടെ പോയി കാണാൻ അല്ല, പറ്റും? എനിക്കൊരു ജോലി ഒന്ന് ശരിയാക്കി തരുവാണെങ്കിൽ ഞാൻ എല്ലാ മാസവും ഞാനത് കുറച്ചായിട്ട് തന്ന് തീർത്തോളാം. അത് ഞാൻ ആലോചിക്കട്ടെ. എന്തായാലും ഞാൻ നാളെ അങ്ങോട്ടൊന്ന് ഇറങ്ങാം. പുള്ളി അവിടെ കാണത്തില്ലെന്ന് ഉറപ്പല്ലയോ? ഇല്ല ഇല്ല, വരാറില്ല. ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പൊ സാറിന്റെ അടുത്ത് നീ ഇത് വാങ്ങിച്ച കാര്യമൊന്നും അറിയത്തില്ല. ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ജോലി ചെയ്യും? എന്താണെങ്കിലും ചെയ്യാം സാറേ. എന്തും ചെയ്തു തരുമോ? എന്ത് ജോലി വേണം ചെയ്യും? ഉറപ്പാണോ? ഉറപ്പാ. എന്നാൽ പറ്റുന്ന എന്ത് ചെയ്യാം. അപ്പൊ പിന്നെ ഞാനതൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും സാർ ഞാൻ എപ്പോഴും വീട്ടിലോട്ട് വരുന്നേ? നാളെ രാവിലെ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക്. നാളെ രാവിലെ ഞാൻ വീട്ടിലോട്ട് വരും. പുള്ളി ഇല്ലല്ലോ. അപ്പൊ ഇല്ല എനിക്ക് ഇല്ല, എനിക്ക് തനിച്ചായിരിക്കും. അവിടെ വന്ന് സംസാരിക്കല്ലോ, നല്ലതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കാര്യങ്ങൾ. ഇപ്പൊ ജോലി തൽക്കാലം ഞാൻ എന്ത് ജോലി വേണമെങ്കിൽ ചെയ്തോളാം. അതിനെ കുറിച്ചൊന്ന് ആലോചിക്കണം. സാറിന്റെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്തോളാം. വീട്ടില് ഞാൻ നോക്കട്ടെ. തൽക്കാലം എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇനിയിപ്പോ അങ്ങോട്ട് വരാം, കുഴപ്പമില്ല. നമുക്ക് കിട്ടണ്ടേ? കിട്ടാതെ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പം പുള്ളി അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് വരികയും ചെയ്യണല്ലോ. അഥവാ പുള്ളി വന്നാലും സാറ് അങ്ങനെ പൈസ സഹായിച്ചത് വലിയ കാര്യമായിരിക്കും. എന്തെങ്കിലും ഇവിടുത്തെ ചിലപ്പോ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കാനായിരിക്കും പുള്ളിക്കാരൻ ചോദിച്ചത്. അപ്പൊ തിരിച്ചു തരാനില്ലാത്തോണ്ടായിരിക്കും. സാർ അന്ന് ചെയ്തു തന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദി. പക്ഷെ ഞാൻ കുറച്ചായിട്ട് തന്നോളാം. സാറിന്റെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ജോലി തരുവാണെങ്കിൽ. ഒരു കാര്യം ചെയ്യും, എന്തായാലും നാളെ ഞാൻ അങ്ങോട്ട് വരാം. വന്നിട്ട് പിന്നെ ഞാൻ പറയാം എന്റെ വീട്ടിലോട്ട് വരുന്നത്. എന്റെ വീട്ടിലോട്ട് വരുന്ന വെച്ചാൽ ഞാനിവിടെ ഇപ്പൊ ഒറ്റയ്ക്കാണ്. എന്റെ വൈഫാണെങ്കിൽ വെളിയിലാ ജോലി ചെയ്യുന്നത്. ചെറുക്കനാണ് പഠിക്കാനും പോയിരിക്കും. അപ്പം ഞാൻ ഒറ്റയ്ക്ക്. സാറിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്റെ വീട്ടിലും കൂടിക്കും എന്റെ കൂടെ. അല്ല, അപ്പം പുള്ളി വന്നിട്ട് അത് പിന്നെ ഒരു ഇതാവോ, പ്രശ്നമാവോ? ഇല്ല ഇല്ല, പുള്ളി വരുവാണെങ്കിൽ എന്നെ വിളിക്കും. അവിടെ നിന്നോണ്ടാണോ സാറ് ചെയ്യേണ്ടത്? നിന്നോണ്ട് ചെയ്യണം. നിന്നോണ്ടാണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. ശരി സാറേ.
അതിന് ഓക്കെ ആണല്ലോ, പ്രശ്നമില്ലല്ലോ. ആ, ആ. എന്ത് വേണമെങ്കിലും ചെയ്തോരാ. അങ്ങനെ പറയുമ്പോ പിന്നെ നമ്മളെങ്ങനെ പിന്നെ സമ്മതിക്കാതിരിക്കില്ല. ഉം. ഇപ്പൊ കുറെ ആയില്ലേ, വാങ്ങിച്ചിട്ട് തന്നെ കുറെ ആയി. അതെ അതെ, കുറച്ച് കുറച്ചായിട്ട് ഞാൻ തന്ന് തീർത്തോളാം. കുറച്ച് ഇപ്പൊ കുറച്ച് സാറിന്റെ അവിടെ തന്നെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എന്റെ കൂടെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഞാനത് പൈസ ഇതാക്കിക്കോളാം. ഉം. ഞാനൊക്കെ വാങ്ങിച്ചു, എനിക്കറിയാമല്ലോ, ഉം. ഞാനത് നോക്കിയിട്ട് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടില് വന്നോ, എന്തായാലും നാളെ അങ്ങോട്ട് ഇന്നലെ രാവിലെ വരുന്നുണ്ട്. നമുക്കപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. അപ്പൊ റാണിയുടെ ബുദ്ധിമുട്ടും മാറും, എല്ലാ ഇത് പ്രശ്നങ്ങളും മാറും. ഉം. പിന്നെ പൂർണ്ണ സമ്മതമാണെന്ന് അറിഞ്ഞാൽ മതി. പൂർണ്ണ സമ്മതമാണ് സാർ. എന്തും ചെയ്യുമല്ലോ. എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം, എങ്ങനെ വേണമെങ്കിലും. ഇപ്പൊ എങ്ങനെ വേണം? സാറിന് ഇവിടെ തനിച്ചായതുകൊണ്ട് ഇപ്പം സാറിന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണ്ടേ. അപ്പൊ അതൊക്കെ ചെയ്തോളാം. എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല സത്യം പറഞ്ഞു. അതിൻ്റെയും കൂടെ എനിക്കൊരു ഇതുണ്ട്. അപ്പം എന്റെ കാര്യങ്ങൾ ഉള്ളതിന്റെ ഒരു ദേഷ്യവും കൂടെ എനിക്കുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി എന്റെ കാര്യം നല്ല വൃത്തിക്ക് നടക്കും ആണ് വിചാരിച്ചു കഴിഞ്ഞാൽ. സാറ് പറയുന്ന പോലെ എല്ലാം ചെയ്തു തന്നോളാം. ഉറപ്പാണല്ലോ. ഉം. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ വീട്ടിലോട്ടൊന്ന് പോയിക്കോ, കുഴപ്പമില്ല. ആ, എന്നോട് അത് പുള്ളിക്കാരൻ വിളിക്കുമ്പോ പോയാൽ മതി. അല്ല, പുള്ളി എന്നോട് അന്ന് പറഞ്ഞായിരുന്നേ, ചെക്കൻ ഇവിടെ പുറത്തെങ്ങാണ്ട് പഠിക്കാൻ പോയിരിക്കും, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്, അതിനും കൂടെ പൈസ ഉം. കൊടുക്കണമെന്ന്, എന്തോ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം ആ, ആ. നിങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ, അപ്പൊ ചെറുക്കൻ വെളിയിലായതുകൊണ്ട് ഒറ്റ മോനാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പഠിക്കാൻ ഫീസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ കയ്യിന്ന് പൈസ വാങ്ങിച്ചത്. സാറിപ്പം തനിച്ചായതുകൊണ്ടോ പിന്നെ അങ്ങോട്ട് വരാന്ന് പിന്നെ അങ്ങനെ ചോദിച്ചേ. ഞാനും ഇപ്പൊ തനിച്ചാണ്. അവിടെ വേറെ ആരും ജോലിക്കാരും ഇല്ലല്ലോ അല്ലേ? ജോലിക്കാരൊരാളുണ്ടായിരുന്നു, പക്ഷെ അവര് എല്ലാ ദിവസവും വരത്തില്ല, 2 ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് വരുന്നത്. പിന്നെ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ്. അല്ല, എനിക്ക് സാറിന്റെ എല്ലാ ചെറുതായിട്ടൊക്കെ കാര്യം ചെയ്ത് ഞാൻ ഇവിടെ നിന്നോളാം. പിന്നെ പുള്ളിക്കാരൻ വിളിക്കുമ്പോ ഇങ്ങോട്ട് പോന്നാ മതിയല്ലോ ഇടയ്ക്ക്. അല്ല, അത്യാവശ്യം എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ മറ്റു ഉം. ചില പല കാര്യങ്ങളും നമ്മുടെ നടക്കുന്നില്ല. റാണി ഉം. ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ. റാണിക്കത് സന്തോഷമാണെങ്കിൽ സാർ എന്തായാലും നാളെ ഇങ്ങോട്ട് പോകുന്നു, നമുക്കിവിടെ നിന്ന് സംസാരിക്കാം. എന്തായാലും പുള്ളി അവിടെ ഇല്ലല്ലോ. എന്തായാലും എനിക്ക് സമ്മതമാണ് വരാൻ. നാളെ നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് സംസാരിച്ച് അടുത്ത ദിവസം തന്നെ ഞാൻ അവിടത്തോട്ട് വന്നോളാം. ഇടയ്ക്ക് വീട്ടിലോട്ട് വന്നാൽ മതി. അത് നമുക്ക് അന്നേരം നോക്കിയിട്ട് ചെയ്യാം. സത്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആകെ പാടെ ഇതായി കിടക്കും, ഒന്നും ഇവിടെ നടക്കുന്നില്ല. എനിക്ക് എവിടെ എവിടെയെങ്കിലും ഒരു റൂമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. റൂമും ബാക്കി കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട്. റാണി വന്നാൽ മാത്രം മതി. റാണിക്ക് ഇഷ്ടമുള്ള ഫുഡ് വെച്ച് കഴിക്കുവോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ പൈസയുടെ കാര്യം നമുക്ക് പിന്നെ പുറകെ അത് ചെയ്യാം. അത് സാറ് നോക്കിയിട്ട് തന്നാ മതി. സാറ് അത് ബാക്കി, അതായത് സാറിന്റെ ഇതെടുത്തിട്ട് ബാക്കി തന്നാ മതി. അതെ, പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാം, കുഴപ്പമില്ലല്ലോ? ഇല്ല. കുടിക്കുമല്ലോ? ഞാൻ പിന്നെ പുള്ളിക്കാരൻ ഇല്ലാത്തോണ്ട് തോന്നുന്നു. പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ നോക്കി ചെയ്തോ. ഇല്ല, മനസ്സിലായില്ല. സാറ് പറയുന്നത് എന്തും